ഇന്ന് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലോട്ട് പോവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച RMS ആവറേജ് വാല്യൂസിനെ പറ്റി കുറച്ചും കൂടെ ഒരു ഡിസ്കഷനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ ഒന്ന് പ്രോബ്ലംസ് ചെയ്ത് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്യുക, കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിപ്പിക്കുക, കുറച്ചും കൂടെ പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് പ്രോബ്ലംസുകളായിരിക്കും വരുന്നത്, തിയറി ഓറമാണ്. അപ്പൊ കുറച്ചും കൂടെ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സുകളൊക്കെ എഴുതി വെക്കണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ഇതിൽ നിന്ന് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു റിവിഷൻ പോലെ ആദ്യം നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആവറേജ് വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി കറണ്ട് നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത്രയും ചാർജ്, എന്തോരം ചാർജ് ആണോ ആ സർക്യൂട്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്തത്, അത്രയും എന്തോരമാണോ ആ ഒരു ചാർജ് ട്രാൻസ്ഫോം ചെയ്യാൻ AC കറണ്ടിന് ആവശ്യമായി വരുന്നത്, ആ ഒരു വാല്യൂ ആണ് നമ്മൾ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഇസ് ഈക്വൽ ടു ഏരിയ ബൈ ദ ടൈം പീരീഡ് ആണ്. നമ്മൾ ടൈം പീരീഡിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു വൺ കംപ്ലീറ്റ് സൈക്കിള് അല്ലെങ്കിൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ചില വേവ് ഫോമുകളിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ടാവും. ചിലതിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പല വേവ് ഫോംസും ഉണ്ട്. അപ്പം ഒരൊറ്റ കംപ്ലീറ്റ് ഒരു സൈക്കിൾ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമ്മുടെ ടൈം പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ട്രയാങ്കുലറോ സ്ക്വയർ വേവ് ഫോമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏരിയ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത് ബൈ ഇന്റഗ്രേഷൻ ആണ്. ഇന്റഗ്രേഷൻ ചെയ്തിട്ടാണ് ഒരു കർവ് തന്നിട്ടുണ്ടെങ്കിൽ ആ കർവിന്റെ ഫംഗ്ഷനെയാണ് FT-നെയാണ്, അല്ലെങ്കിൽ ആ കർവിന്റെ ഇക്വേഷൻ എന്താണോ അതിനെ നമ്മൾ ടൈം വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ T ചെയ്യുമ്പോഴാണ് നമ്മൾ ആവറേജ് യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ആവറേജിനെ നമ്മൾ ഏരിയ ബൈ ടൈം വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം പല രീതിയിൽ നമുക്ക് കോമ്പോസിറ്റ് വേവ് ഫോംസ് വരാം. കോമ്പോസിറ്റ് വേവ് ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷേപ്പുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള വേവ് ഫോംസ് വരാം. സൈൻ അല്ലാതെ ട്രയാങ്കിളും സ്ക്വയറും അങ്ങനെയുള്ള വേവ് ഫോംസുകൾ വരാം. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പോസിറ്റ് വേവ് ഫോംസ് ആണ് വരുന്നതെങ്കിൽ ഓരോന്നിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം പീരീഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ റൂട്ട് മീൻ സ്ക്വയറിനെ പറ്റി പറഞ്ഞായിരുന്നു. ആ റൂട്ട് മീൻ സ്ക്വയർ പറഞ്ഞപ്പം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കുവാണെങ്കിൽ, ഒരു റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യുവാണ്, നമ്മൾ കറണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. കറണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴാണ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ കറണ്ട് പാസ് ചെയ്യുമ്പം ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. I²R എന്ന് പറയുന്ന ഒരു പവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പവർ നമ്മൾ എല്ലാം കൂടെ, അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിന്റെ നമ്മൾ എടുക്കുവാണെങ്കിൽ, ലെറ്റ് T ഈക്വൽ ടു T1 കറണ്ട് I1 ആണ്, T ഈക്വൽ ടു T2 കറണ്ട് I2 ആണ്. അങ്ങനെയാണെങ്കിൽ T ഈക്വൽ ടു അപ് ടു TN കറണ്ട് IN ആണെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലെ പവറിനെ നമുക്ക് എങ്ങനെ എഴുതാം, I²R, I1²R, I2²R പ്ലസ് IN²R ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്താൽ ആയിരിക്കും നമുക്ക് RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കറണ്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ടാണ് RMS വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് RMS വാല്യൂവിന്റെ ഇക്വേഷനിൽ V(t)² വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കറണ്ട് ആണ് IRMS ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റാം, 1/t 0 to t I(t)² dt എന്ന് നമുക്ക് മാറ്റി എഴുതാൻ സാധിക്കും. ഇപ്പൊ ഏത് ഫംഗ്ഷൻ ആണോ, ഏത് ഫംഗ്ഷന്റെ ആണോ, വോൾട്ടേജ് ആണോ കറണ്ട് ആണോ, ഏത് വേവ് ഫോമിന്റെ ആണോ നമുക്ക് RMS കണ്ടുപിടിക്കേണ്ടത്, ആ RMS കണ്ടുപിടിക്കേണ്ട എന്ത് ക്വാണ്ടിറ്റിയുടെ ആണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് RMS കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ.
കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസിനകത്ത് സൈനിന്റെ ഒക്കെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു നമുക്കൊരു വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതാം. സൈനസോയിഡൽ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതാം. V ഈസ് ഈക്വൽ ടു Vm സൈൻ ഒമേഗ ടി ആണ് വോൾട്ടേജിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ വോൾട്ടേജിന്റെ ആണ് RMS എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ഓഫ് ടി തന്നിട്ടുണ്ടെങ്കിൽ V ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? Vm സൈൻ ഒമേഗ ടി ആണ്. പക്ഷെ Vm സൈൻ ഒമേഗ ടി മാത്രം ഇവിടെ ഇട്ട് കൊടുത്താൽ RMS കിട്ടത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? V ഓഫ് ടിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പൊ എങ്ങനെയാ സ്ക്വയർ ചെയ്യുന്നത്? Vm സൈൻ ഒമേഗ ടി ഹോൾ സ്ക്വയർ ചെയ്തു. അപ്പൊ എന്താ വരുന്നത്? Vm സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഈ ഒരു വാല്യൂവിനെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അഥവാ നമുക്ക് ഒരു വേവ് ഫോം ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. വേവ് ഫോം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു സ്ക്വയർ വേവ് ഫോം ആണ്, ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് ഫോം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ V ഓഫ് ടി ആയിട്ട് മാർക്ക് ചെയ്തു. ഇതാണ് ഇതിന്റെ വാല്യൂ 10 ആണ്. ഇതൊരു സ്ക്വയർ വേവ് ഫോം ആണ്, കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓരോ ഇൻസ്റ്റന്റ് 0, 1, 2, 3 ഈ ഒരു ഇൻസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ 0 തൊട്ട് 1 വരെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. 1 തൊട്ട് 2 വരെ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 0 ആവുകയാണ്. ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, പിന്നെ എന്താണ് മാഗ്നിറ്റ്യൂഡ്? 0 ആണ്. അപ്പൊ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ഈ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് പിന്നെയും തുടങ്ങുന്നത് എവിടുന്ന? ടൈം ഈക്വൽ ടു 2 ആവുമ്പോൾ. അപ്പൊ അതുവരെയുള്ളതാണ് അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ RMS കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ V ഓഫ് ടി ഡയറക്ട്ലി നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിന് വരെ എന്ത് ചെയ്യണം? V ഓഫ് ടി ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്യണം. ഈ V ഓഫ് ടി ഹോൾ സ്ക്വയർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഇസ് V ഓഫ് ടി ഇൻറ്റു V ഓഫ് ടി നമ്മൾ ചെയ്യണം. അതായത് ഈ വേവ് ഫോമിനെ 2 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ RMS കണ്ടുപിടിക്കുന്നത്. അത് എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ടോ വോൾട്ടേജോ കടത്തി വിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പവർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ പവർ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ RMS വാല്യൂ. അപ്പം നമുക്കിവിടെ RMSന് ഒരു ഇക്വേഷനും കൂടെ നമ്മൾ എഴുതുവാണ്. VRMS ഓർ IRMS എന്തേലും ആയിക്കോട്ടെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പവർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ പവർ തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഫൈൻഡ് VRMS ഓർ IRMS എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് RMS വാല്യൂ ഓഫ് ദ വേവ് ഫോമോ അല്ലെങ്കിൽ ആ ഒരു പാരാമീറ്റർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് ഫോം ഫാക്ടർ പഠിച്ചു. അതേപോലെ തന്നെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് IRMS ബൈ I ആവറേജ് ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം അതേപോലെ തന്നെ പീക്ക് ഫാക്ടർ എന്ന് പറയുന്ന Imax ബൈ IRMS ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഈ 2 ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഇനി ഒരു പ്യുവർലി സൈനസോയിഡൽ വേവ് ഫോം എടുക്കുകയാണ്. ഒരു പ്യുവർ സൈനസോയിഡൽ വേവ് ഫോം എടുക്കുകയാണ്. അതൊരു വോൾട്ടേജ് വേവ് ഫോം ആണ് നമ്മൾ എടുക്കുന്നത്. -Vm + Vm ആണ്. ഇത് 0, π, 2π, ഇത് ഒമേഗ ടി ആണ് എക്സ് ആക്സിസ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ RMS എന്ന് പറയുന്നത് VRMS ഇസ് ഈക്വൽ ടു നമ്മള് VRMSന്റെയും V ആവറേജിന്റെ ഒക്കെ വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈനസോയിഡൽ വേവ് ഫോമിന്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു. VRMS ഇസ് ഈക്വൽ ടു Vm ബൈ √2 ആണ്. അപ്പൊ ഒരു പ്യുവർലി സൈനസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ, പ്യുവർ സൈനസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ സൈൻ വേവ് ആണെങ്കിൽ നമുക്ക് മാക്സിമം മാഗ്നിറ്റ്യൂഡ് Vm എന്ന് പറയുന്ന മാക്സിമം മാഗ്നിറ്റ്യൂഡ്, ഇതാണ് നമ്മുടെ മാക്സിമം മാഗ്നിറ്റ്യൂഡും RMSും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് VRMS ഇസ് ഈക്വൽ ടു Vm ബൈ √2 ആയിരിക്കും. അത് എപ്പോഴും ഒരു പ്യുവർ സൈൻ വേവ് ഫോമിന് മാത്രമാണ് അങ്ങനെ വരുന്നത്. വേറെ ഒരു വേവ് ഫോമിന് അങ്ങനെ വരത്തില്ല. പ്യുവർ സൈൻ വേവ് ഫോം എന്ന് പറയുമ്പോഴത്തേക്കും അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉള്ള ഒരു വേവ് ഫോമിന് മാത്രമാണ്
ഈ ഒരു റിലേഷൻ വരുന്നത്. അല്ലാതെ നമുക്കിപ്പോ ഇങ്ങനെ ഒരു വേവ് ഫോം ആണ്, ഒരു സൈൻ ഇല്ല, പകുതിക്ക് വേവ് ഫോം ഇല്ലാത്ത വേവ്, അല്ലെങ്കിൽ 0 to π വരെ നമുക്ക് വാല്യൂ ഉണ്ട്, π തൊട്ട് 2π വരെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഇതൊരു പ്യുവർ സൈൻ വേവ് ഫോം അല്ല. ദിസ് ഇസ് നോട്ട് പ്യുവർ സൈൻ വേവ് ഫോം. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് VRMS ഈക്വൽ ടു VM/√2 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൈനസോയിഡ് ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാം VRMS ഇസ് ഈക്വൽ ടു VM/√2 എന്ന് മനസ്സിലാക്കാം. അതൊന്ന് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കും. അതേപോലെ തന്നെ ഒരു പ്യുവർ സൈനസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ ഫോം ഫാക്ടർ എപ്പോഴും 1.11 ആയിരിക്കും. അതൊന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ V ആവറേജോ ഓർ I ആവറേജോ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാര്യം ഇവിടെ നമുക്ക് ഫോം ഫാക്ടർ ഉണ്ട്, RMS വാല്യൂ അറിയാമെങ്കിൽ I ആവറേജ് നമുക്ക് അതിനകത്തുനിന്ന് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കണം. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ അതെല്ലാം വെച്ച് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ. ദെൻ പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് Imax/IRMS ആണ്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് ആവറേജ് വാല്യൂ. ആവറേജ് എന്ന് പറയുന്നത് ഏരിയ ബൈ ടൈം ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ലോങ് എ വേവ് ഫോം കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ നമ്മൾ ആ വേവ് ഫോമിന്റെ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഏരിയ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി അല്ലാതെ സ്ക്വയറോ സ്ക്വയറോ അല്ലെങ്കിൽ ട്രയാങ്കിളോ ഒക്കെ ആണെങ്കിൽ ഡയറക്ട്ലി ഏരിയ ബൈ ടൈം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി RMS വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 0 to t 1/t v of t the whole square dt. അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഏത് പാരാമീറ്ററും വോൾട്ടേജ് ആണ് കറണ്ടിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് വേണം, ശ്രദ്ധിക്കേണ്ടതാണ്, സ്ക്വയർ ചെയ്തിട്ട് വേണം നമ്മൾ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട്. ദെൻ അഗെയിൻ RMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പവർ ആണ്. ഇനി ഇതിനകത്ത് നിന്ന് ഒരു ഇക്വേഷനും കൂടെ എഴുതാം. RMSനെ നമുക്ക് പവറിന് പകരം എനർജി ബൈ ടൈം എന്നും എഴുതാം. ദാറ്റ് ഈസ് RMS ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പവർ ആണ്, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എനർജി ബൈ ടൈം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ അതേപോലെ തന്നെ ഫോം ഫാക്ടർ ഉണ്ട്, അതേപോലെ തന്നെ പീക്ക് ഫാക്ടർ ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തോളുക. ഇനി നേരത്തെ പറഞ്ഞ സ്ക്വയറിംഗ് ഓഫ് എ വേവ് ഫോം എങ്ങനെയാണ് RMS കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു വേവ് ഫോമിനെ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യമേ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാനൊരു സ്ക്വയർ വേവ് ഫോം എടുക്കുകയെന്ന് വിചാരിക്കാം. സോ ദിസ് ഈസ് മൈ സ്ക്വയർ വേവ് ഫോം. ഇതെന്റെ എക്സ് ആക്സിസ് ആണ്, ഇത് നമ്മൾ ടൈം ആക്സിസ് ആയിട്ട് എടുക്കുന്നു. ഇതെന്റെ Y ആക്സിസ് ആണ്, അതെപ്പോഴും ആംപ്ലിറ്റ്യൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ Y ആക്സിസ് ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ടൈമിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ടൈം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് 0, 1, 2, 3. പിന്നെ ആംപ്ലിറ്റ്യൂഡ്, ഇതിന് ഏറ്റവും കൂടുതൽ എത്താൻ പറ്റുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് മാക്സ് ആംപ്ലിറ്റ്യൂഡ്. അത് നമ്മൾ 2 ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു വോൾട്ടേജ് ആണ്. ദിസ് ഇസ് ദ വോൾട്ടേജ് V of t എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുവാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇതിന്റെ ടൈം പീരീഡും കൂടെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വേവ് ഫോം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും പിന്നെ കുറച്ച് സ്ഥലത്ത് 0 മാഗ്നിറ്റ്യൂഡും ആണ് കാണിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യമേ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നിട്ട് പിന്നെ കുറച്ച് സമയത്ത് എന്താണ്, വീണ്ടും 0 മാഗ്നിറ്റ്യൂഡ്, വീണ്ടും എന്താണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്ന് പിന്നെ 0 മാഗ്നിറ്റ്യൂഡ്. അപ്പം ഈ വേവ് ഫോം, അതായത് നമ്മുടെ ബേസിക് വേവ് ഫോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്. അത് തന്നെയാണ് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ ഒരു ബേസിക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ടൈം പീരീഡ്? ആർക്കെങ്കിലും പറയാമോ? ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് t = 2 ആയിരിക്കും. 0 തൊട്ട് 1 വരെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, 1 തൊട്ട് 2 വരെ അവിടെ എത്ര വന്നു? മാഗ്നിറ്റ്യൂഡ് 0 വന്നു. പിന്നെ 2 തൊട്ട് എന്താണ്, വീണ്ടും അതേ വേവ് ഫോം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്.
അപ്പൊ അതേ വേവ് ഫോം തന്നെ എപ്പോഴാണോ വീണ്ടും റിപ്പീറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെയുള്ള ടൈമാണ് നമ്മുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ടൈം പീരീഡ് 2 ആണെന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് RMS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? സ്ക്വയർ റൂട്ട് ഓഫ് 0 to ടൈം പീരീഡ് ടു വി ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വി ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ഓഫ് ടിനെ സ്ക്വയർ ചെയ്യണം. വി ഓഫ് ടിനെ സ്ക്വയർ ചെയ്യുന്ന വെച്ചാൽ എന്താ? വി ഓഫ് ടി ഇൻറ്റു വി ഓഫ് ടി ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വി ഓഫ് ടി ഇൻറ്റു വി ഓഫ് ടി ചെയ്യുന്നത്? നമുക്ക് ആ ഒരു വേവ് ഫോം ഒന്ന് വരച്ച് ഞാനൊന്ന് കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വേവ് ഫോം. ഇത് വി ഓഫ് ടി ആണ്. വീണ്ടും അതേപോലെ തന്നെ ഒരു വി ഓഫ് ടി ഞാൻ അതിന്റെ താഴെ തന്നെ വരയ്ക്കുകയാണ്. ഇത് 0 to 1 2 3 4 3 4 2 1 0. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അപ്പൊ വി ഓഫ് ടി ഇൻറ്റു വി ഓഫ് ടി ചെയ്യാന്ന് വെച്ചാൽ ഓരോ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഞാൻ ഏറ്റവും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, 0 തൊട്ട് 1 വരെ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വി ഓഫ് ടിയുടെ എത്രയാ? 2 ആണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 2 ആണ്. അപ്പൊ 2 × 2 ചെയ്യുമ്പോൾ എത്ര വരും? 4 വരും. അപ്പം 0 തൊട്ട് 1 വരെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായി? 4 ആയിട്ട് മാറി. ഇനി 1 തൊട്ട് 2 വരെയുള്ള ടൈമിൽ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 0 ആക്സിസിൽ ഇങ്ങനെ മുട്ടിക്കിടക്കുക. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. ഇപ്പൊ 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് 0 × 0 ചെയ്യുമ്പോൾ എന്ത് വരും? 0 × 0 ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 0 എന്നാണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പൊ 1 തൊട്ട് 2 വരെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഇനി 2 to 3 എടുക്കുന്നു. 2 to 3 എടുക്കുമ്പോൾ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? 2 തന്നെയാണെന്ന് പറയുന്നത്. രണ്ടിടത്തെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഇപ്പൊ 2 to 3 ഈ രണ്ട് മാഗ്നിറ്റ്യൂഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2 × 2 എഗെയിൻ നമുക്ക് 4 ആണ് വരുന്നത്. 2 × 2 എഗെയിൻ നമുക്ക് 4 വരും. അപ്പൊ നോക്കിക്കേ, രണ്ട് വേവ് ഫോമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് വി ഓഫ് ടി ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നത്. സ്ക്വയർ ആയി മാറി. നേരത്തെ തന്നിരിക്കുന്ന ഓഫ് ടിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്താണോ അതിന്റെ സ്ക്വയർഡ് വാല്യൂ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ഡിവൈഡഡ് ബൈ നമുക്ക് ടൈം പീരീഡ് ഉണ്ട്, ടൈം പീരീഡ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇനി ഈ വി ഓഫ് ടിയുടെ വാല്യൂ, ഇതൊരു DC വാല്യൂ ആണ് അല്ലെ, ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1/2 എന്ന് പറയുന്നത് ടൈം പീരീഡ് ഇട്ടിരിക്കുകയാണ്. 0 to 2 എടുത്താൽ ഇവിടെ 0 തൊട്ട് 2 വരെ പക്ഷെ നമുക്ക് 4 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നില്ല. പിന്നെ എവിടം വരെ ഉള്ളു 4 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ്? 1 വരെ ഉള്ളു. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഇന്റഗ്രേഷനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചെഴുതണം. കാര്യം എന്താ? 0 തൊട്ട് 1 വരെ 4 ആണ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ 1 തൊട്ട് 2 വരെ മാഗ്നിറ്റ്യൂഡ് എന്താ? 0 ആണ്. അപ്പൊ മൊത്തത്തിൽ ഒരേ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലേ നമുക്ക് 0 to 2 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 0 തൊട്ട് 1 വരെ ആദ്യം ചെയ്യണം, പ്ലസ് 1 to 2 വരെ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇനി നോക്കിക്കേ, 0 തൊട്ട് 1 വരെ ഇവിടെ എന്താ മാഗ്നിറ്റ്യൂഡ്? 4 ആണ്. 1 to 2 വരെ എന്താ മാഗ്നിറ്റ്യൂഡ്? 0 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് 1/2. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 വരും. 0നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 തന്നെയാണ് വരുന്നത്. ഇനി 4നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 × t വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ വരുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് 1/2 × 4 × അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1 - 0 1 വരും. അപ്പൊ റൂട്ട് ഓഫ് 1/2 × 4 വരും. ഇപ്പൊ ആൻസർ വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്നുള്ളതായിരിക്കും നമ്മുടെ RMS വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RMS കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുറച്ച് ലെന്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ അവിടെയാണ് നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. അത് ഓരോ പ്രോബ്ലം വരുമ്പോൾ ഞാൻ അതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് പറഞ്ഞു പോക്കോളാം. ആദ്യം നമുക്ക് കുറച്ച്
സൈൻ വേവ്സ് ആദ്യം നമുക്കൊന്ന് നോക്കാം. Find the average RMS crest factor and form factor of half wave rectified sine wave എന്നാണ്. ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് എന്താണ്? ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് അതായത് നമുക്കൊരു റെക്ടിഫയർ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്. ഈ ഹാഫ് വേവ് റെക്ടിഫയറിലോട്ട് നമ്മൾ ഒരു സൈൻ വേവ് കൊടുക്കുകയാണ്. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉള്ള സൈൻ വേവ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഔട്ട്പുട്ട് തരുന്ന റെക്ടിഫയറിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. സോ ഹാഫ് വേവ് റെക്ടിഫയർ എന്ത് ചെയ്യും? നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ക്ലിപ്പ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇസ് അവോയ്ഡഡ്, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്ത് ഇസ് കട്ട് ഫ്രം ദ വേവ് ഫോം. പോസിറ്റീവ് സൈക്കിൾസ് മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവിന്റെ ഈ ഔട്ട്പുട്ട് വരുന്ന വേവ് ഫോമിന്റെ RMS ആവറേജ് വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ചെയ്യണേ എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഈ വേവ് ഫോം ഞാനൊന്ന് വൃത്തിക്കൊന്ന് വരയ്ക്കാം. ആദ്യമേ നമ്മൾ ഇതിന്റെ വേവ് ഫോം ഒന്ന് വരയ്ക്കുകയാണ്. ദിസ് ഇസ് ഒമേഗ ടി. ഇത് നമ്മളുടെ y ആക്സിസ്, നമ്മളുടെ ഹാഫ് വേവ് റെക്ടിഫൈഡ് ആയിട്ടുള്ള സൈൻ വേവ് ആണ്. നമ്മൾ അസ്യൂം ചെയ്യാണ്, നമ്മൾ വോൾട്ടേജ് വേവ് ഫോം ആണ് എടുക്കണേന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യാണ് കേട്ടോ. 0, π, 2π. ഇനി ഈ ആദ്യം നമ്മൾ പറയേണ്ടത് ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് RMS എന്ത് വേണേലും കണ്ടുപിടിക്കാം, നമ്മൾ ആവറേജ് ആദ്യം കണ്ടുപിടിക്കാന്ന് അങ്ങ് വിചാരിക്കാം. അപ്പൊ ആവറേജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് സൈനസോയിഡൽ വേവ് ഫോമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to t v of t dt ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. അപ്പൊ ഇവിടെ 0 to t. നൗ എന്താണ് ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് നമ്മൾ നോക്കാം. ടൈം പീരീഡ് എന്താണ്? ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് എന്ത് പറ്റി? 0 ആയിപ്പോയി. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, പിന്നെ 0 ആയി പോകുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പൊക്കോണ്ടിരിക്കുക. അപ്പം ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആയിരിക്കും. സോ ടൈം പീരീഡ് ഇസ് 2π. ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. ഇനി വി ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താ? വി ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? സൈനസോഡൽ സിഗ്നൽ ആണ്. സോ വിയും സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ 1/tക്ക് 1/2π ഇന്റഗ്രൽ 0 to t. 0 to t എന്ന് പറയുന്നത് ടൈം പീരീഡിന്റെ വാല്യൂ ആണ്. ടൈം പീരീഡ് എത്രയാണ് ഇവിടെ വരുന്നത്? ടൈം പീരീഡ് ഇവിടെ വരുന്നത് 2π ആണ്. വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി വീണ്ടും നമ്മൾ ഈ ഇക്വേഷനിലോട്ട് ഒന്ന് നോക്കിക്കേ. 0 തൊട്ട് 2π വരെയാണ് വേവ് ഫോം എങ്കിലും ഈ പൈ തൊട്ട് 2π വരെ നമ്മുടെ സൈൻ വേവിന്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് 0 ആയി പോവുകയാണ്. അപ്പൊ പൈ തൊട്ട് 2π വരെ ഈ ഒരു വേവ് ഫോമിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ എപ്പം തൊട്ട് എപ്പം വരെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ? 0 തൊട്ട് π വരെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 തൊട്ട് 2π വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടായിട്ട് വേണം അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. 1/2π ഇന്റഗ്രൽ 0 to π vm sin ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് π to 2π. അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 into ഡി ഒമേഗ ടി എന്നാണ് വരുന്നത്. ഇപ്പൊ 0 into സംതിങ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഈ വാല്യൂ മൊത്തം 0 ആയി പോകും. പിന്നെ നമ്മൾ എന്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? വി എം സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പൊ എന്ത് വരും? 1/2π. വി എമ്മിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. വി എം കോൺസ്റ്റന്റ് ആണല്ലോ. വി എമ്മിനെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. സൈൻ ഒമേഗ ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് കോസ് ഒമേഗ ടി. ഇന്റഗ്രൽ ഓഫ് 0 to π
സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എം ബൈ 2π മൈനസ് കോസ് ഒമേഗ ടി 0 to π. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന നമ്മൾ 0 to π വരെ. ദെൻ നമ്മൾ അതിന്റെ വാല്യൂസ്, ലിമിറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുവാണ്. ലിമിറ്റ് വാല്യൂസ് ഇടുമ്പം ഫൈനൽ വാല്യൂ മൈനസ് കോസ് പൈ പ്ലസ് കോസ് 0 എന്ന് വരും. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, കോസ് പൈ എന്ന് പറയുന്നത് 1 ആണ്. 1 മൈനസ് മൈനസ് 1 ആണ്. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് വരും. അപ്പൊ വി എം ബൈ 2π കോസ് പൈ എന്ന് പറയുന്നത് -1 പ്ലസ് 1 വരും. അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നത് 1 തന്നെ വരും. വി എം ബൈ 2π 1 പ്ലസ് 1. ഇവിടെ 2 വരും. അപ്പൊ വി എം ബൈ 2π ഇൻറ്റു 2. സോ ദ ആൻസർ ഇസ് വി എം ബൈ പൈ ആയിരിക്കും ആവറേജ് വാല്യൂ ഓഫ് എ റെക്ടിഫൈഡ് വേവ് ഫോം എന്ന് പറയുന്നത്. റെക്ടിഫൈ ചെയ്ത് ഹാഫ് വേവ് റെക്ടിഫൈഡിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് വി എം ബൈ പൈ ആയിരിക്കും. ഇനിയാണ് നമുക്ക് ആർ എം എസിലോട്ട് പോകേണ്ടത്. അപ്പൊ നമ്മൾ ആവറേജ് ഇനി കണ്ടുപിടിച്ചു, ഇനി ആർ എം എസിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ വി ഓഫ് ടിയുടെ ഇക്വേഷൻ നമ്മളൊന്ന് വരയ്ക്കുക. വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മളൊന്ന് വരയ്ക്കുകയാണ്. ഇക്വേഷൻ വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യമേ വേവ് ഫോം ഒന്ന് സ്കെച്ച് ചെയ്യാം. വി ഓഫ് ടി എന്ന് പറയുന്നത് 0 തൊട്ട് പൈ വരെ, ദെൻ പൈ ടു 2π 0 ആണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഹാഫ് വേവ് റെക്ടിഫൈഡ് ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി എം ആണ്. ഇത് ഒമേഗ ടി ആണ് എക്സ് ആക്സിസ്. ഇനി ഇത് എന്ത് ചെയ്യണം? ഇത് വി ഓഫ് ടി ആണ്. ആർ എം എസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഓഫ് ടി ഇത് ഹോൾ സ്ക്വയർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ടൈം പീരീഡിന് അല്ലെങ്കിൽ ടൈമിന് വ്യത്യാസം വരത്തില്ല. മാഗ്നിറ്റ്യൂഡ് 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ വി ഓഫ് ടി ഇത് ഹോൾ സ്ക്വയർ വരുമ്പോ എന്ത് വരും? വി ഓഫ് ടി ഇത് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇങ്ങനെ 0 തൊട്ട് പൈ വരെ വി എം ആയിരുന്നു. അതിന് എന്ത് ചെയ്തു? വി എം ഇൻറ്റു വി എം ചെയ്തു. വി എം ഇൻറ്റു വി എം ചെയ്യുമ്പോൾ എത്ര വരും? വി എം സ്ക്വയർ. പിന്നെ പൈ തൊട്ട് 2π വരെ എന്താ മാഗ്നിറ്റ്യൂഡ്? 0 ആയതുകൊണ്ട് 0 ആയിട്ട് തന്നെ നിൽക്കും. ദെൻ 2π തൊട്ട് 3π വരെ എഗെയിൻ നമുക്ക് വി എം സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ആർ എം എസിന്റെ ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1/t 0 to t v of t the whole square dt or d omega t. t ആക്സസ് എന്താണോ അതനുസരിച്ച് ഈ ടി ആണെങ്കിൽ ഡി ടി ആക്കാം, അല്ലെങ്കിൽ ഡി ഒമേഗ ടി ആക്കാം. ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നതിന് മാറ്റമൊന്നുമില്ല, 2π തന്നെയാണ്. സോ ടൈം പീരീഡ് ഇസ് 2π. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 1/2π ഇന്റഗ്രൽ 0 to 2π. ഇനി വി ഓഫ് ടി ഇത് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ വി എം സൈൻ ഒമേഗ ടി ആണ് വി ഓഫ് ടി എന്ന് പറയുന്നത്. അതിനെ സ്ക്വയർ ചെയ്യുക ഇൻറ്റു ഡി ഒമേഗ ടി. വൈ ആക്സിസ് ഇവിടെ ഒമേഗ ടി ആയതുകൊണ്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ എന്താണോ അത് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ 1/2π. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 തൊട്ട് പൈ വരെ മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. പൈ തൊട്ട് 2π എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 0 ആണ്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to π വി എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി എം സ്ക്വയറിനെ പുറത്ത് കൊണ്ടുവരാം. സ്ക്വയർ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 2π സൈൻ സ്ക്വയർ ഒമേഗ ടീനെ നമുക്ക് എന്തെഴുതാം? സൈൻ സ്ക്വയർ ഒമേഗ ടീനെ നമുക്ക് 1 മൈനസ് കോസ് 2 ഒമേഗ ടി എന്നെഴുതാം, അല്ലെങ്കിൽ 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് നമുക്ക് എഴുതാം. 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് നമുക്ക് എഴുതാം. അതിന്റെ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് വരെ ഒമേഗ ടി ആയതുകൊണ്ട് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 എന്ന് എഴുതി. എഗെയിൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. വി എം സ്ക്വയർ ബൈ 2π. 2π ഇൻറ്റു 2 വരുമ്പം 4π വന്നോളും.
റൂട്ട് ഓഫ് 0 to pi 1 മൈനസ് കോസ് ടു ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി ഇതിനെ രണ്ടായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 4 പൈ ഇന്റഗ്രൽ 0 to pi 1 into d omega t 1 into d omega t minus 0 to pi cos to omega t d omega t എന്ന് വരും. ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്, അല്ലെ സോറി ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ എന്താ വരുന്നത്? സൈൻ ടു കോസ് ടു ഒമേഗ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടു ഒമേഗ ടി ആണ് വരുന്നത്. സോ സ്ക്വയർ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 4 പൈ ഡി ഒമേഗ ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒമേഗ ടി ആണ് വരുന്നത്. ഒമേഗ ടി ലിമിറ്റ് 0 to pi മൈനസ് സൈൻ ടു ഒമേഗ ടി ബൈ 2 0 to pi എന്ന് വരും. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൈൻ ടു ഒമേഗ ടീനെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ഒമേഗ ടീനെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ബൈ 4 പൈ ലിമിറ്റ് അപ്ലൈ ചെയ്യണം, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് സൈൻ 2 പൈ മൈനസ് സൈൻ 0 ബൈ 2. ഇനി സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്, സൈൻ 2 പൈ എന്ന് പറയുന്നതും 0 ആണ്. ഇത് മൊത്തത്തിൽ എന്തായിപ്പോ? മൊത്തത്തിൽ 0 ആയിപ്പോ. പിന്നെ ഈ പൈ മൈനസ് 0 എന്ന് പറയുന്നത് പൈ തന്നെ വരും. അപ്പൊ എന്താ വരുന്നത്? വി എം സ്ക്വയർ ബൈ 4 പൈ ഇൻറ്റു പൈ വരും. പൈ പൈ ക്യാൻസൽ ചെയ്യും. സോ വി എം സ്ക്വയർ ബൈ 4 ആണ് വരുന്നത്. ആൻഡ് ദെർഫോർ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ബൈ 2 എന്നാണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, സൈൻ വേവ് ഫോം ആയിരുന്നപ്പോൾ നമുക്ക് എന്താ വരുന്നത്? വി ആർ എം എസ് ഈക്വൽ ടു വി എം ബൈ √2 ആയിരുന്നു. പക്ഷെ ഹാഫ് വേവ് ആയപ്പോഴത്തേക്കും വി എം ബൈ 2 ആയി. ഇനി നമുക്ക് ഫോം ഫാക്ടർ നോക്കാം. ഫോം ഫാക്ടർ ഇസ് ഈക്വൽ ടു ആർ എം എസ് ബൈ ആവറേജ് വാല്യൂ. ആർ എം എസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു, വി എം ബൈ 2 ആണ്. ആവറേജ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, വി എം ബൈ പൈ ആണ്. വി എം ബൈ പൈ ആണ്. അപ്പൊ എന്ത് വരും? വി എം ബൈ 2 ഇൻറ്റു പൈ ബൈ വി എം. ഇങ്ങനെയാണ് ഇത് എഴുതുന്നത് കേട്ടോ. ദാറ്റ് ഇസ് എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ആണെങ്കിൽ എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി. ഇങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. ഇവിടെ വി എം ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരുന്നു? പൈ ബൈ 2 ആണ് ആൻസർ വരുന്നത്. ഇനി ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വി മാക്സ്, മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ ആർ എം എസ് വാല്യൂ. മാക്സിമം വാല്യൂ എന്താണ്? വി എം ആണ്. ആർ എം എസ് വാല്യൂ എന്താണ്? വി എം ബൈ 2 ആണ്. അപ്പം വി എം ബൈ 1 ഇൻറ്റു 2 ബൈ വി എം. വി എമ്മും വി എമ്മും ക്യാൻസലായി പീക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും ഒരു കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ സൈൻ വേവ് ഫോമിന്റെ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു ടേബിൾ ആക്കി ഫുൾ റെക്ടിഫൈഡിന്റെ എല്ലാത്തിന്റെ അങ്ങനെ ഓരോന്നായിട്ട് ഒരു ടേബുലർ ഫോമിൽ ഒന്ന് അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പൊ അത് ഒന്ന് നന്നായിട്ട് എല്ലാവരും പഠിച്ച് ഇരിക്കണം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും തന്നെത്താനെ ചെയ്ത് നോക്കാൻ ശ്രമിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും അത് മറന്നു പോകും. അതുകൊണ്ടൊന്ന് നന്നായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ താങ്ക് യു.